ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കണത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്യുകയാണ്, വെറുതെ ചുമ്മാ. അതിനുശേഷം ഞാൻ ചുമ്മാ വീടിന് വെളിയിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് നടക്കുകയാണ് ചുമ്മാ. ഈ ഏറ്റവും ഇങ്ങനെ നോക്കണം, എന്നാലും തുമ്പ് കിട്ടുമോ? ചില അതിനകത്തോട്ട് വീ തോട്ട് കണ്ട ഇവിടെ ഇതിനകത്ത് വെക്കണം, എന്നാലേ അടപ്പ് ഇങ്ങനെ അടച്ചു വാരി ഇനി അടയ്ക്കാം. ഇവിടെ തിരിച്ചോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. അങ്ങോട്ട് വലത് കൈ ഇങ്ങനെ കുമ്പിള് കൂട്ടണം, ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി തുമ്പ് മേളോട്ട് നിൽക്കണം അടയ്ക്കാൻ. മനസ്സിലായോ? വലിയ അമ്മ ഏറെ ചൂടെ ചെയ്യാനകത്തെ ചെറുതാ, ചൂടെ വെക്കാൻ ചെറുതാ മതി. അങ്ങനെ ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്ന, വട്ടയപ്പം അല്ലല്ലോ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയും കൊണ്ട് ഇതിൻ്റെ കുമ്പിളൊന്ന് കുത്താൻ പഠിക്കണം. അങ്ങനെ ഫൈനലി അത് ശരിയായി. അങ്ങനെ ലാസ്റ്റത്തെ ഇലയും ഞാൻ നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് വേവിക്കാൻ കൊണ്ട് അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ താണ്ട് എന്തോ ഇത് മാങ്ങാക്കറി അല്ലേ, മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇത് താളിക്കുകയാണ്. താളിക്കുന്നത് ചുമ്മാ ഒരു രസത്തിന് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ വാരിയിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് ചുമ്മാ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി. ഇതിന് മുമ്പ് ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് വീഡിയോയിൽ കാണാൻ ഇത് നല്ല രസമാണ്, പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോഴും നല്ല ടേസ്റ്റുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന മാങ്ങാക്കറിയാണ്. ചുമ്മാ അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇളക്കി കാണിക്കുകയാണ്. ഒരു രസം ഇങ്ങനെ കറിയിട്ട് പാത്രത്തിലിട്ട് ഇങ്ങനെ ഇളക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഈ കുമ്പിളപ്പം റെഡിയായി. എന്നിട്ട് ഞാൻ എടുത്ത് നോക്കിയതുകൊണ്ട് പക്ഷേ എൻ്റെ കൈ 2 തവണ പൊള്ളി. അത് കഴിഞ്ഞ് ഞാൻ ചായ ഇടുമ്പോൾ എന്നും രാവിലെ ഞാനാണ് വീട്ടിൽ ചായ ഇടുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ ചായ ഇട്ടു, ഏലക്കായും ഇഞ്ചിയും ഒക്കെ ഇട്ട്. അതിന് ശേഷം ഞാൻ ഇഞ്ചി ഇടയ്ക്ക് തപ്പുന്നുണ്ട്, അതാ ഫ്രിഡ്ജിൽ കിടന്ന് ഞാൻ കുറേ തപ്പി. അങ്ങനെ അതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് ചായക്കകത്തിട്ടു. പക്ഷേ ചായ തിളച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ കുമ്പിളപ്പവും പിന്നെ എനിക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ എന്നും 2 മുട്ടയൊക്കെ തരും. അതൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണ്. ടി വി കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും ടി വി കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അതായി വീഡിയോയിൽ ഇങ്ങനെ. ഈ മുട്ട എനിക്കിഷ്ടമല്ല തിന്നാൻ, എനിക്കൊട്ടും ഇഷ്ടമില്ല. പിന്നെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മുട്ട തിന്നുന്നത്. ഒട്ടും ഇഷ്ടമല്ല എനിക്ക് മുട്ടയുടെ ഉണ്ണി ഇഷ്ടമല്ല. പക്ഷേ വണ്ണം വെക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കഴിക്കുന്നു.
അപ്പോൾ അമ്മ രാവിലെ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ 4 മണിക്ക് കഴിക്കാൻ ഏത്തയ്ക്കായും വടയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് ചായയുടെ കൂടെ കൂട്ടി കഴിക്കുകയാണ്. എനിക്ക് വട, ഏത്തയ്ക്ക ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പലഹാരം അവിടെ ഹോസ്റ്റലിൽ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ഞാൻ കുറേ മേടിച്ച് കഴിക്കും. എനിക്ക് എന്നും വൈകിട്ട് അമ്മ മേടിച്ചുകൊണ്ട് വരും ഇങ്ങനെ പലഹാരങ്ങൾ. പിന്നെ രാത്രി ആയപ്പോഴാണ് ഇത് എനിക്ക് കൊടുത്തു വിട്ട മുട്ടായാണ് ചേട്ടൻ കൊടുത്തു വിട്ടത്. ഇപ്പോൾ പൊട്ടിച്ചിങ്ങനെ കളിക്കുക. പക്ഷെ കുറേ നേരം എടുത്ത് ആ പാട്ട ഒന്ന് തുറക്കാൻ അത് ഭയങ്കര കട്ടിയായിരുന്നു. അതിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കടിച്ചൊക്കെ നോക്കി, പക്ഷെ പെയിൻറ്റ് പോയതല്ലാതെ പാട്ട തുറന്നില്ല. ലാസ്റ്റ് പിച്ചാത്തി വെച്ച് ടേപ്പ് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് തുറന്നത്. നല്ല മുട്ടായ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനത്തെ ബോക്സിൽ. ഫൈനലി ആ ബോക്സ് ഒന്ന് തുറന്ന് കിട്ടി. കുറേ നേരം അതേ കിടന്ന് പണിതിട്ട് അതൊന്ന് തുറന്ന് കിട്ടുന്നത്. അതിൽ പല കളറ് ചോക്ലേറ്റാണ്. പിന്നെ ബൗണ്ടി എൻ്റെ ഫേവറേറ്റാണ്. ഞാനും അമ്മയും ബൗണ്ടിയുടെ ഭയങ്കര ഫാനാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ സാധനം കഴിക്കാറുണ്ട്, ബൗണ്ടി. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചോക്ലേറ്റ് റാഫേല്ലോ കൊള്ളാൻ. പിന്നെ വൈകിട്ട് പാലപ്പവും ചിക്കൻ കറിയും കഴിഞ്ഞിട്ട് കഴിച്ച അന്നത്തെ ദിവസം അവസാനിപ്പിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബായ്.